നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ ശരീരം ഈ ഭൂമിയിൽ അഴുകിപ്പോവും. പക്ഷെ നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ഒരിക്കലും നശിക്കില്ല എന്ന് ക്വാണ്ടം ഫിസിക്സും നമ്മുടെ വേദാന്തവും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് പുനർജന്മത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഞാൻ പഠിച്ച ജ്യോതിഷത്തിലാണെങ്കിലും വേദാന്തത്തിലാണെങ്കിലും ഞാൻ വായിച്ച ഭഗവത്ഗീതയിലാണെങ്കിലും ക്വാണ്ടം ഫിസിക്സിലാണെങ്കിലും എല്ലാത്തിലും പറയുന്ന ഒരു കാര്യം മാത്രമാണ്: പുനർജന്മം ഉണ്ട്. പുനർജന്മത്തിൽ നിന്ന് ഇഹജന്മവും ഇഹജന്മത്തിൽ നിന്ന് പുനർജന്മം ഉണ്ടാവുന്നുണ്ട്. പൂർവ്വജന്മത്തിൽ നിന്ന് ശുഭാശുഭ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഈ ജന്മം ശരിക്കും പറഞ്ഞ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജന്മത്തിലെടുത്ത ശുഭാശുഭ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ വീണ്ടും പൂർവ്വജന്മം ജനിക്കുകയും ചെയ്യും. ഇവിടെയാണ് സയൻസും ഞാൻ പഠിച്ച ജ്യോതിശാസ്ത്രം ഒന്നിക്കുന്നത്. ഒന്ന് സ്ഥലരൂപം, അതായത് ഫിസിക്കൽ ബോഡി. രണ്ട് സൂക്ഷ്മരൂപം, അതായത് സബ്റ്റിൽ ബോഡി. ഇതിൽ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ശരീരം തന്നെയാണ് സ്ഥലരൂപം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതിന് നമ്മൾ പ്രാണൻ, ആത്മാവ് എന്നൊക്കെ പറയും. ക്വാണ്ടം ഫിസിക്സുകാർ അതിനെ എനർജി എന്ന് പറയും. പാരാസൈക്കോളജിസ്റ്റിന് അതിനൊരു കോൺഷ്യസ്നെസ്സും പറയാറുണ്ട്. ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിലനിൽക്കുന്ന കാലം വരെ മാത്രമേ നമ്മുടെ ഫിസിക്കൽ ബോഡി നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതായത് ബൈക്കിൽ പെട്രോൾ ഒഴിക്കണ പോലെ, പെട്രോൾ ഉണ്ടെങ്കിൽ തന്നെയല്ലേ ബൈക്ക് ഓടുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ. ഈ സൂക്ഷ്മ ശരീരം പുറത്തു പോയി കഴിഞ്ഞാൽ ബാഹ്യ ശരീരം ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാവുകയാണ്. അത് ചീഞ്ഞളിയാൻ തുടങ്ങും. ബാക്ടീരിയകള്, കുമിളകള്, ഉറുമ്പുകള്, പുഴുകള്, നാണൂളുകള് എല്ലാവരും വന്നിട്ട് ഈ സൂക്ഷ്മ ശരീരത്തെ അങ്ങട് തിന്നാൻ തുടങ്ങും. അതൊരു പ്രകൃതിയുടെ നിയോഗമാണ്. അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്വാണ്ടം ഫിസിക്സിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇൻഫർമേഷൻ പറയുന്നത് എന്താ വെച്ചാ, പ്രപഞ്ചത്തിലെ ഒരു വിവരവും ഒരു ഇൻഫർമേഷനും ഒരിക്കലും നശിച്ചു പോവില്ല എന്നാണ്. ഫിസിസ്റ്റായ റോബർട്ട് ലാൻസിയുടെ ബയോസെൻട്രിസം സിദ്ധാന്തം അനുസരിച്ച് ഈ കോൺഷ്യസ്നെസ് ഇല്ലേ, അത് ഉണ്ടാക്കുന്നത് ശരീരമല്ല എന്നാ പറയുന്നത്, മറിച്ച് ബോധമാണ് ശരീരത്തെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡി നശിച്ചാലും നിങ്ങളുടെ ഇൻഫർമേഷൻ അന്തരീക്ഷത്തിൽ എന്തായാലും ഉണ്ടാവും തന്നെ പറയുന്നത്. നമ്മൾ ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ, നിങ്ങളുടെ ശരീരം, എൻ്റെ ശരീരം ഞാൻ പറയുമ്പോഴും ഞാൻ ആര് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ നീ ആരാണ്? നിന്റെ ശരീരം എന്ന് നീ പൊതുവെ പറയുമ്പോൾ നീ ആരാണ് ശരിക്കും? ഫിസിക്കൽ ബോഡി പറഞ്ഞാൽ അതൊരു ചട്ടക്കൂടാണ്. നമ്മുടെ ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ചിത്തം, കണ്ണ്, മൂക്ക്, നാക്ക്, ബ്രെയിന്, കിഡ്നി, ലിവർ, ലങ്സ്, കൈ, കാല് എല്ലാം അടങ്ങിയതാണ് ഫിസിക്കൽ ശരീരം. അത് അത്രേ ഉള്ളൂ. ഈ സൂക്ഷ്മ ശരീരം ഫിസിക്കൽ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാതാവും പറയാം. അതായത് നമുക്ക് ആദ്യം സംസാരിക്കാൻ കഴിയില്ല, പിന്നെ അടുത്തത് കണ്ണ് മങ്ങിത്തുടങ്ങും, അത് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതാവും, ശ്വാസം നിൽക്കും, ഏറ്റവും അവസാനമാണ് ചെവി ഇല്ലാതാവുക, സൗണ്ടും കഴിഞ്ഞു. അവിടെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം നിശ്ചലമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആത്മാവ് എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വെറും കോൺഷ്യസ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കോൺഷ്യസിന് നിങ്ങളുടെ ബോഡിക്ക് കിട്ടുന്ന സൗണ്ട്, കാഴ്ച, ഹ്യൂമൻ ബ്രെയിന്, വികാരങ്ങൾ, വിചാരങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അതെല്ലാം ശരീരത്തിൻ്റെയാണ്, അല്ലാണ്ട് മനസ്സിൻ്റെ അല്ല. ഞാൻ പറയുന്നത് ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുള്ളൂ. നിങ്ങളുടെ മനസ്സിന് ഒന്നും കാണാനും ഒന്നും കേൾക്കാനും കഴിയില്ല. അതായത് നിങ്ങളുടെ സൂക്ഷ്മ ശരീരം അഴുകി തുടങ്ങിയാൽ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിന് ഒന്നും കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നിനും കഴിയില്ല. അതിന് നമുക്ക് ഫിസിക്കൽ ബോഡി തന്നെ വേണം. പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൂക്ഷ്മ ശരീരം അതെല്ലാം ഇൻഫർമേഷനായിട്ട് എടുത്തു വയ്ക്കും. അതായത് അതെല്ലാം കോൺഷ്യസ്നെസ്സിൽ സേവ് ആയിട്ട് തന്നെ കിടക്കും. എനിക്കും നിങ്ങൾക്കും എല്ലാം പ്രബലങ്ങളായ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതായത് വേദാന്തം അനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് ഇതെല്ലാം സേവ് ചെയ്ത് വെക്കും. അതൊരു ഒബ്സഷനായിട്ട് മാറും, അതായത് നമ്മുടെ ആസക്തിയായിട്ട് മാറും. ഈ ആസക്തിയുടെ ഗതിയെ നമുക്ക് തടഞ്ഞു നിർത്താനേ കഴിയില്ല. ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ബാഹ്യ പ്രകാശനമാണ് ശരിക്കും സ്ഥൂല ശരീരം ശരിക്കും കാണിക്കുന്നത്. ക്വാണ്ടം ഫിസിക്സ് പ്രകാരം നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്യണോ, നമ്മൾ എന്ത് നമ്മുടെ മൈൻഡിൽ കൊടുക്കുന്നോ, അതാണ് നമ്മുടെ ഊർജം കണികകളായിട്ട് നമ്മുടെ ചുറ്റും കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിൽ സംഭരിക്കുന്ന ഈ വാസനകളും ഈ പ്രബലമായ ആഗ്രഹങ്ങളുമാണ്. ഈ ആഗ്രഹങ്ങൾ തന്നെയാണ് നമുക്ക് അടുത്ത ജന്മത്തിൽ വീണ്ടും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ശരീരം കിട്ടുന്നത്. ജ്യോതിശാസ്ത്ര പ്രകാരം ശരിക്കും നിങ്ങളുടെ മുൻജന്മം എന്തായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. ആസ്ട്രോളജി തന്നെ ജന്മാന്തരങ്ങളായിട്ടുള്ള സിദ്ധാന്തങ്ങളും
കർമ്മ സിദ്ധാന്തത്തിന്റെ അസ്ഥിവാരത്തിൽ കെട്ടിപ്പടുക്കിയത് തന്നെയാണ്. ഇവിടെ നമുക്ക് ക്വാണ്ടം ഫിസിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു ഒഴിച്ചുകൂടാത്ത ഭാഗമാണ് ക്വാണ്ടം എൻലൈറ്റ്മെന്റ്. അതായത് രണ്ട് കണികകൾ എത്ര അകലെയാണെങ്കിലും അത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം എന്തായാലും ഉണ്ടാവും. ഈ വേദാന്തം പറയുന്ന ജന്മാന്തര ഗ്രഹങ്ങളും ജാതകത്തിലെ ഗ്രഹങ്ങളും നമ്മൾ തമ്മിലുള്ള ബന്ധവും ഈ ക്വാണ്ടം തത്വമായിട്ട് ശരിക്കും നന്നായിട്ട് തന്നെ ഒത്തുപോകുന്നുണ്ട്.